ഹലോ ഗായ്, പാറക്കുട്ടി ചീച്ചിക്കുട്ടിയും കൂടി എൻ്റെ മുടി ഇങ്ങനെ കളഞ്ഞു. അമ്മക്ക് അയച്ചിട്ടൊന്ന് ഒന്ന് കെട്ടിക്കൊടുക്കാൻ. പാറക്കുട്ടീനെ കുട്ടി ഉറങ്ങുള്ളായിരുന്നു. അപ്പം ഞാൻ കിടത്തി നോക്കിയിട്ട് ജീനുക്കുട്ടി നല്ലതല്ല കേട്ടോ, ജീനുക്കുട്ടി കൊള്ളൂല ഉച്ചക്ക് എപ്പോഴും. അപ്പോൾ പാറക്കുട്ടി അവിടെ കിടന്നുറങ്ങാണേ. കുഞ്ഞിലെയാണ് ഈ പാറക്കുട്ടിയായിരുന്നു കൊള്ളില്ലാത്തത്. ഇപ്പം പാറക്കുട്ടി നല്ലതായി, ജീനുക്കുട്ടി കൊള്ളില്ലാതെ. അപ്പം നമുക്ക് ചോറ് ചെയ്ത് കൊടുക്കാമേ. ഇവ രണ്ട് കുഞ്ഞ് താഴെയപ്പോൾ ഞാൻ നല്ലോണം ചോറ് ചെയ്ത് കൊടുക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അവർ സമ്മതിക്കുള്ളത് കാരണം അവർ ഉറങ്ങുന്നില്ല. ജീനുക്കുട്ടി അവിടെ ഇരുന്ന് ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണേ. അമ്മ എടുത്ത് ഉറക്കുന്നുണ്ട് കേട്ടോ. ജീനുക്കുട്ടി പാറക്കുട്ടി ഞാൻ എൻ്റെ അമ്മ എന്നെ വരക്കാറ്, എന്തിനാണെന്ന് അറിയില്ല. ജീനുക്കുട്ടിയും പാറക്കുട്ടിയും കണ്ണാന്ന് തോന്നുന്നു. നല്ലോണം പൊടി ഈരല, അല്ലെങ്കിൽ പറ്റൂല. ജീനുക്കുട്ടീനെ എണീപ്പിക്കണ്ട, ജീനുക്കുട്ടി അവിടെ ഇരുന്ന് കളിക്കാണ് ഒച്ചെടുത്ത്. ഇവിടെ ഇങ്ങനെ ഇട്ടുമ്പോൾ നല്ല രസമായിരിക്കും. കാരണം തന്നെ ഞാൻ ഇങ്ങനെ ഇടുന്നത്. ജീനുക്കുട്ടി പാറക്കുട്ടി നിങ്ങൾക്ക് ഇഷ്ടമായോ? പാറക്കുട്ടീനല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായി? ജീനുക്കുട്ടീനെ ഇഷ്ടമായോ? ഇല്ല, എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷേ പാറക്കുട്ടീനെയും ജീനുക്കുട്ടീനെയും ഇഷ്ടമായിരുന്നു. പാറക്കുട്ടിയാണെങ്കിൽ അവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ജീനുക്കുട്ടീനെ കൊണ്ട് എനിക്ക് തോറ്റു. ഞാൻ ഇടാം കേട്ടോ. അപ്പൊ ജീനുക്കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടോ? ജീനുക്കുട്ടി പൊച്ചെടുക്കുന്നില്ല. അമ്മ ഉറക്കണ്ടായിരിക്കും ജീനുക്കുട്ടീനെ കേട്ടോ. ജീനുക്കുട്ടിയാണെങ്കിൽ എന്നെ മുടി കെട്ടാനും സമ്മതിക്കുള്ളൂ. ജീനുക്കുട്ടി ഉറങ്ങാൻ തോന്നുന്നുണ്ട്. നമുക്ക് മുടി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഈ അടുത്തും കൂടി ഓണം വലിച്ചാണ് കെട്ടണേ. കെട്ടിക്കൊടുക്കാം. അമ്മേ, ഇവിടെ ഇങ്ങനെയാണ് എൻ്റെ പണി കഴിഞ്ഞിട്ടോ. മുടിയുടെ പണി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ടൊന്ന് ഇങ്ങനെ ഇത് കൊടുക്കാം. കേട്ടോ, വീഡിയോ ചാനൽ കഴിഞ്ഞു. അടുത്ത വീഡിയോകളായിട്ട് ഞാൻ വരുവാം. ടാറ്റാ.